സോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആയ ടു സം ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. സോ ടു സം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറേ ഹാഷിംഗ് കോൺസെപ്റ്റ്സ് നല്ല നല്ല പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. പക്ഷേ കുറേ കോൺസെപ്റ്റ്സ് നമുക്ക് ഈസിലി മനസ്സിലാക്കാനും പറ്റും ഈ പ്രോബ്ലം വെച്ച്. അപ്പോൾ നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണാം. Given an array of integers, nums, and an integer target, return indices of two numbers such that they add up to the target. Okay. സോ നമുക്കിവിടെ വേറെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും തന്നിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അറേ ഓഫ് ഇൻറ്റിജർ നംസ്, അറേ ഓഫ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. സോ റിട്ടേൺ ദ ഇൻഡിസസ് ഓഫ് ടു നമ്പേഴ്സ് സച്ച് ദാറ്റ് ദേ ആഡ് അപ്പ് ടു ദ ടാർഗറ്റ്. അപ്പൊ ഈ 9 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കണം. നമുക്കിവിടെ കാണാം 2, 7 ഉണ്ട്. അപ്പൊ അതിന്റെ ഇൻഡിസസ് നമ്മൾ റിട്ടേൺ ചെയ്യണം. 0, 1 റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ വേറെ ഉണ്ടെങ്കിലും നമുക്ക് വേറെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. കണ്ടോ, യു മേ അസ്യൂം ദാറ്റ് ഈച്ച് ഇൻപുട്ട് വുഡ് ഹാവ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷനെ തന്നിട്ടുള്ളൂ. ആൻഡ് യു മേ നോട്ട് യൂസ് ദ സെയിം എലമെന്റ് ട്വൈസ്, അതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് നമ്മുടെ കോഡ് കുറെ കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ എഡ്ജ് കേസസ് ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ. ആൻഡ് സെയിം എലമെന്റ് ട്വൈസ് നമുക്ക് യൂസ് ചെയ്തോടാ എന്നുള്ളത് ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ആ ഒരു കൺസ്ട്രെയിനും കൂടെ നമ്മൾ മനസ്സിൽ വെക്കാം. കാരണം നമ്മളിപ്പോൾ സെയിം എലമെന്റ് ട്വൈസ് യൂസ് ചെയ്യാമെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് 0, 0 റിട്ടേൺ ചെയ്യാം, ഇവിടെ ആണെങ്കിൽ 0, 0 റിട്ടേൺ ചെയ്യാം. അപ്പോൾ അത് അലൗഡ് അല്ല. പിന്നെ യു ക്യാൻ റിട്ടേൺ ദ ആൻസർ ഇൻ എനി ഓർഡർ. ഇവിടെ 0, 1 പകരം 1, 0 എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാം, ഇവിടെ 2, 1 എന്ന് റിട്ടേൺ ചെയ്യാം. കമ്പൈലർ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഈ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ കോഡിന് നമുക്ക് കുറെ കൂടെ ഒപ്റ്റിമൈസ് ചെയ്യാനും കുറെ കേസസ് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും നമുക്ക് ഇഷ്യൂ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഇന്റർവ്യൂവിനാണെങ്കിൽ നമുക്ക് ഇത് കിട്ടുമ്പോൾ, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ കൂടെ അതുപോലെ എഴുതുവാണെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ ബി അപ്രിഷിയേറ്റഡ്. റാദർ ദാൻ നമ്മൾ വെറുതെ എഴുതി പോകുന്നതിനെക്കാട്ടിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലാക്കി എന്നും കൂടെ അതൊരു സൈൻ തരും. സോ അത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ ഇതിന്റെ ബ്രൂട്ട് ഫോഴ്സ് ആലോചിക്കാം. ഇതിന്റെ ബ്രൂട്ട് ഫോഴ്സ് എന്തായിരിക്കും? എപ്പോഴും പറയുന്ന പോലെ തന്നെ അറേൻ്റെത് n² n³ 2 ലൂപ്പ് അകത്ത് കയറി വരുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ ആണെങ്കിലും നമുക്ക് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് എന്ത് ചിന്തിക്കാം? 9 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 എടുത്തു, എന്നിട്ട് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് നോക്കുന്നു. ഇപ്പൊ 7 2 ആഡ് ചെയ്യുന്നു, ആദ്യമേ കിട്ടുന്നു. 7 എടുക്കുന്നു, ബാക്കിയെല്ലാം ആഡ് ചെയ്ത് നോക്കുന്നു, 11 എടുക്കുന്നു. അങ്ങനെ അപ്പൊ അതും ഒരു n² സൊല്യൂഷന്റെ ഒരു ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതിന്റെ അൽഗോരിതം നമുക്ക് കാണാം. ഓക്കെ. സോ അതിന്റെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ട്, ഒരു ഇന്നർ ലൂപ്പ് ഉണ്ട്. രണ്ടും ആഡ് ചെയ്യുന്നു. ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ രണ്ടിന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യുന്നു. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ എംപ്റ്റി അറേയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് നമുക്ക് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ എന്തായാലും കാണും നമ്മുടെ ഈ ഒരു ടെസ്റ്റ് കേസ് സെറ്റിന്റെ അകത്ത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു കോഡിന്റെ ആവശ്യമില്ല, ഈ ഫോൾ ബാക്ക് അല്ലെങ്കിൽ ഈ റിട്ടേണിന്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം നമ്മുടെ കോഡിന് ടെസ്റ്റ് കേസസ് എല്ലാത്തിന്റെ അതും ഒരു സൊല്യൂഷൻ കാണും. അപ്പൊ നമുക്ക് ഈ കോഡ് നമുക്ക് ഒമിറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം ആക്ച്വലി, അല്ലെ, നമുക്ക് ഇത് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുള്ളത് അത് ഈസിലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിന്റെ ഒരു ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി കോൺസ്റ്റന്റ് ആണ്. കാരണം നമ്മൾ വേറെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഒന്നും എടുക്കുന്നില്ല, ഉള്ള അറേനെ തന്നെയാണ് നമ്മൾ ഐറ്ററേറ്റ് ചെയ്യുന്നത്. n² ടൈം കോംപ്ലക്സിറ്റി വരുന്നത് കാരണം 2 ലൂപ്പ് ഉണ്ട്, ഒരെണ്ണത്തിന്റെ അകത്താണ് ഒരു സെക്കൻഡ് ലൂപ്പ് വരുന്നത്, അതും n വരെ പോകുന്നുണ്ട്. സോ അതാണ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ. ഇനി ഇതിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. നമുക്ക് വീണ്ടും ഇവിടെ സോർട്ട് ചെയ്യുകയാണെങ്കിൽ n²-നെക്കാട്ടിലും n log n നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് സോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡ്ജസന്റ് എലമെന്റ്സ് എല്ലാം അടുത്തടുത്ത് കിട്ടുന്നു, നിയർ ബൈ ഉള്ള എലമെന്റ്സ്. അപ്പൊ അതിനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാൻ പറ്റും സോർട്ടിങ് വെച്ചിട്ട്. സോർട്ടിങ്ങിന്റെ സൊല്യൂഷൻ പെട്ടെന്നൊന്ന് കാണിക്കാം. നമുക്ക് ഇവിടെ സോർട്ടിങ് വരുമ്പോഴത്തേക്കും കണ്ടോ, നമുക്ക് സോർട്ടിങ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു പോയിന്റർ അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇത് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റർ വെക്കുന്നു,
ഇവിടെ ഒരു നെക്സ്റ്റ് പോയിന്റർ എൻഡ് പോയിന്റർ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോർട്ടിങ്ങിൽ നമ്മൾ ഫസ്റ്റ് എലമെന്റ് നെക്സ്റ്റ് എലമെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ടാർഗറ്റ് ആണോ. ടാർഗറ്റിനെ കാട്ടിലും ഗ്രേറ്റർ എലമെന്റ് ആണെങ്കിൽ നമ്മൾ ഗ്രേറ്റർ വാല്യൂന്ന് കുറച്ച് വരും. ഇവിടെ നിന്ന് നമ്മൾ കുറയ്ക്കുന്നു. ആൻഡ് ലെസർ വാല്യൂ ആണെങ്കിൽ നമ്മൾ വാല്യൂ കൂട്ടി കൊണ്ടുവരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. സോർട്ട് ചെയ്തിട്ട് നമ്മൾ 2 ഇൻഡെക്സസ് വെക്കുന്നു. എന്നിട്ട് ഇൻഡെക്സ് കണ്ടീഷൻ ഫെയിൽ ആവുന്നവരെ നമ്മൾ ഓരോ എലമെന്റ്സ് എടുക്കുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ 2 ഇൻഡെക്സ് നമ്മൾ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ 2 ഐട്രേറ്റർ വേരിയബിൾസ് വെച്ചിരിക്കുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു സൊല്യൂഷനിലോട്ട് എത്തും. അപ്പൊ അതാണ് ഒരു ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണ്? നമുക്കൊരു മാപ്പ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാം ഇവിടെ. അപ്പോൾ ആദ്യം മാപ്പ് ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് ഓക്കെ സോ മാപ്പ് ഡേറ്റ സ്ട്രക്ചർ എന്തായിരിക്കും? മാപ്പ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കീ വാല്യൂ പേഴ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ എനിക്കിവിടെ എന്തെങ്കിലും കീ പിന്നെ ഒരു വാല്യൂ അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് പോകാം. അതാണ് ഈ മാപ്പ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഇത്. നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ കീ വാല്യൂസ് ആയിട്ട് ഇങ്ങനെ ഇത് കാണാം. ഓക്കെ, സോ ഇവിടുത്തെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാപ്പ് ഡേറ്റ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ഓരോ ഇൻഡെക്സ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, ഓരോ നമ്പറിന്റെ. നമുക്കൊരു സിംഗിൾ ഐട്രേഷനിൽ നമുക്ക് ഓരോ ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റ്സിന്റെ ഇൻഡെക്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് പോകാം അല്ലേ? സോ പിന്നെ ഐട്രേഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ഫസ്റ്റ് ടെസ്റ്റ് കേസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ അറേ എന്താ 2, 7, 11, 15. സോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന 2 ഇൻഡെക്സ് 0, 7ന്റെ ഇൻഡെക്സ് 1, 11ന്റെ ഇൻഡെക്സ് 2, അതേപോലെ 15ന്റെ ഇൻഡെക്സ് 3. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മാപ്പ് ഡേറ്റ സ്ട്രക്ചർ ഫോമിൽ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്താ? നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ മാപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫോർ ലെറ്റ് നം ഓഫ് നംസ് എന്ന് എടുത്തെന്ന് വെച്ചോ. ഓക്കെ, എന്നിട്ട് മാപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മാപ്പ് ഡോട്ട് സെറ്റ് നമുക്ക് എന്താ വേണ്ടത്? ആ കറണ്ട് നമ്പർ വേണം, അതിന്റെ ഇൻഡെക്സ് വേണം. അപ്പൊ ഇവിടെ നമുക്ക് ഓഫ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഇൻഡെക്സ് വേണം ആയതുകൊണ്ട് നമുക്ക് ലെറ്റ് ഐ ഈക്വൽ ടു 0 ഇങ്ങനെ നമുക്ക് ഐറ്ററേറ്റ് ചെയ്യാം. ഐ ലെസ് ദാൻ നംസ് ഡോട്ട് ലെങ്ത് ഐ പ്ലസ് പ്ലസ്. അപ്പൊ നമുക്കിവിടെ നംസ് ഓഫ് ഐ കറണ്ട് എലമെന്റും അതിന്റെ ഇൻഡെക്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് മാപ്പ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. മാപ്പ് കൺസോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സാധനമായിരിക്കും കിട്ടുന്നത്. ഫസ്റ്റിന് കണ്ട 2 ഇൻഡെക്സ് 0, 7, 1, 11, 2, 15, 3. അപ്പം നമുക്ക് അതിൻ്റെ ഒരു മാപ്പ് കിട്ടി, നമ്മൾ മാപ്പ് ചെയ്തു. അതുകൊണ്ടാണ് അതിന്റെ മാപ്പ് ഡേറ്റ സ്ട്രക്ചർ എന്ന് തന്നെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യണം. ഇതിന് ഡിക്ഷണറി എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഡിക്ഷണറി എന്ന് പറയുന്നത്? നമ്മുടെ ഡിക്ഷണറിയിലാണെങ്കിലും നമ്മൾ ഓരോ വേർഡ്സിന് മാപ്പ് ചെയ്ത് അതിന്റെ വാല്യൂ, അതിന്റെ മീനിങ് ആണ് നമ്മുടെ ഡിക്ഷണറിയിൽ നമ്മൾ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോ എലമെന്റ്സിനും അതിന്റെ ഇൻഡെക്സ് മാപ്പ് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഡിക്ഷണറിയിൽ മാപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു മാപ്പ് ഡേറ്റ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കീ വാല്യൂ പേഴ്സ് ആയിട്ടുള്ളത് കൊണ്ട്. സോ നമ്മൾ നമ്മുടെ മാപ്പ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് നോക്കേണ്ടത്, മാപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ, നമുക്ക് ഈ ലൂപ്പിന്റെ അകത്ത് തന്നെ ചെയ്യാം. നമുക്കിനി വേറെ ലൂപ്പ് വേണ്ട, നമ്മളിവിടെ മാപ്പ് സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഈ മാപ്പ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ എഴുതാം. ഇഫ് മാപ്പ് ഡോട്ട് ഹാസ് നംസ് ഓഫ് ഐ. നമുക്ക് ആദ്യത്തെ ഐട്രേഷൻ എന്തായാലും മാപ്പ് ഡോട്ട് ഹാസ് കാണത്തില്ല അല്ലെ? നംസ് ഓഫ് ഐ വെക്കാം. നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് സൊല്യൂഷന്റെ അകത്ത് നമ്മൾ 2 നമ്മൾ എടുത്തു, എന്നിട്ട് 2 നമ്മൾ മാപ്പിൽ വെച്ചു. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് 2 ഉള്ള സമയത്ത് നമുക്ക് മാപ്പിൽ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ നെക്സ്റ്റ് 7 വരുമ്പോൾ
നമുക്ക് ടാർഗറ്റ് 9 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാപ്പിൽ ഈ 9ൽ നിന്ന് 7 പോകുന്ന വാല്യൂ, അതായത് 2 ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. അപ്പൊ നമുക്ക് ലെറ്റ് ബാലൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് ടാർഗറ്റിൽ നിന്ന് നമ്മുടെ കറണ്ട് വാല്യൂ നംസ് ഓഫ് ഐ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ മാപ്പിൽ ചെക്ക് ചെയ്യേണ്ടത് എന്താ, മാപ്പ് ഡോട്ട് ഹാസ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് ഐട്രേഷനിൽ മാപ്പിൽ ഒന്നുമില്ല, അതുകൊണ്ടൊന്നും കിട്ടത്തില്ല. 7 വരുമ്പോഴത്തേക്ക് ബാലൻസ് എന്താ, 2 ആണ്. 9 - 7 2. അപ്പൊ 2 ഉണ്ട് മാപ്പിൽ അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്ത് കയറുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, സോറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ മാപ്പ് ഡോട്ട് ഹാഷ് ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമുക്ക് രണ്ടിന്റെ ഇൻഡെക്സ് അങ്ങ് റിട്ടേൺ ചെയ്താൽ പോരെ. നമുക്കൊരു അറേ ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ റിട്ടേൺ എന്താ നമ്പർ ഓഫ് അറേ ആണ്. ഇവിടെ നമുക്ക് ഒരു അറേ ഓഫ് ഇൻഡെക്സസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇൻഡെക്സ് റിട്ടേണും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഐ റിട്ടേൺ ചെയ്യണം. അതേപോലെ മാപ്പ് ഡോട്ട് ഗെറ്റിന്റെ അകത്ത് നമുക്ക് ഈ ബാലൻസിന് റിട്ടേൺ ചെയ്യാം. കാരണം ഗെറ്റ് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഇൻഡെക്സ് കിട്ടത്തില്ലേ അല്ലേ. നമുക്ക് ഇങ്ങനെ ഒന്ന് റിട്ടേൺ ചെയ്ത് നോക്കിയാലോ. മാപ്പ് ഡോട്ട് ഹാസ് ബാലൻസ് ഇവിടെ കണ്ടോ, ഒരു ബ്രാക്കറ്റ് നമ്മൾ പോകുന്നതുകൊണ്ടാണ് സിൻടാക്സിന്റെ കളർ മാറിയത്. യെസ്, സോ ഇഫ് മാപ്പ് ഡോട്ട് ഹാസ് ബാലൻസ് റിട്ടേൺ ഐ മാപ്പ് ഡോട്ട് ഗെറ്റ് ബാലൻസ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. യാ, നമുക്ക് എല്ലാ ടെസ്റ്റ് കേസും കിട്ടി. സബ്മിറ്റ് ചെയ്തും കൂടെ നോക്കാം. യെസ്, സോ നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, മാപ്പ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്തു അറേയിൽ കൂടെ. എന്നിട്ട് നമ്മൾ മാപ്പിൽ ആദ്യം നമ്മളൊരു ബാലൻസ് വേരിയബിൾ വേണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഐട്രേഷനിൽ നമുക്ക് ബാലൻസ് ഇല്ല എന്തായാലും, പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തു 7 ഇല്ല. എന്നിട്ട് മാപ്പിന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്തു, മാപ്പിന്റെ അകത്ത് ബാലൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, മാപ്പ് ഫസ്റ്റ് എൻട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്തു, 2 0 എന്ന് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ഐട്രേഷൻ വന്നപ്പോഴത്തേക്ക് 7ന്റെ അകത്ത് ഇതുണ്ടോ എന്ന് ചെക്ക് ചെയ്തു അല്ലേ. 7ന്റെ അകത്ത് 7 ആണ് നമുക്ക് സെക്കൻഡ് വാല്യൂ. അപ്പൊ ബാലൻസ് എന്താ, 2. മാപ്പിന്റെ അകത്ത് 2 ഉണ്ടോ, ഉണ്ട്. മാപ്പിന്റെ അകത്ത് 2 ഉണ്ട് വിത്ത് ഇൻഡെക്സ് 0. അപ്പൊ 2 ഉള്ളത് കൊണ്ട് നമ്മൾ കറണ്ട് ഇൻഡെക്സ് 1ഉം നമ്മൾ ഇതും റിട്ടേൺ ചെയ്തു. നമുക്ക് ഇവിടെ നമ്മൾ 1 0 എന്നാണ് റിട്ടേൺ ചെയ്തത്. അങ്ങനെ. യാ, താങ്ക് യു.